Hi all, welcome to Orientation Program 11.0. So ഇന്നത്തെ സെഷൻ is all about syllabus decoding. നമ്മുടെ ഈ ഒരു സ്പെസിഫിക് നമ്മുടെ കോഴ്സിന്റെ ഒരു സിലബസ് ഡിക്കോഡിംഗ് ആയിരിക്കും. ആൻഡ് നമ്മൾ ഒരു 8 സെഷൻ ഓറിയന്റേഷൻ പ്രോഗ്രാം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ സെഷൻ നമ്മുടെ സിലബസിന്റെ ഒരു ഓവർവ്യൂ ആയിരിക്കും. ആൻഡ് ഇന്നത്തെ സെഷനിൽ നമ്മോടൊപ്പം ഹന മാമും അതോടൊപ്പം തന്നെ ആതിര മാമും ജോയിൻ ചെയ്തിട്ടുണ്ട്. വെൽക്കം യു ഓൾ. സോ ഇന്നത്തെ സെഷൻ MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷന്റെ സിലബസ് ഡിക്കോഡിംഗ് ആണ്. സോ സിലബസ് ഡിക്കോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും ഈ ഒരു 8 സെഷനിലൂടെ ഇഗ്നോയെ കുറിച്ചിട്ടും ലേൺ വൈസിനെ കുറിച്ചിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പർട്ടിക്കുലർ നമ്മുടെ സിലബസിനെ കുറിച്ചിട്ടാണ്. എന്തൊക്കെ കോഴ്സസ് ഉണ്ട്, അതിൽ എത്ര ബ്ലോക്സ് ആണ്, യൂണിറ്റ്സ് ഉണ്ട്, എന്താണ് ക്രെഡിറ്റ് സിസ്റ്റം, ഇങ്ങനെ സിലബസ് ആയിട്ട് കോറിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഡിഫറെന്റ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷന്റെ സിലബസ് ഒന്ന് ഡിക്കോഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ബ്ലോഗ്സ് ആൻഡ് യൂണിറ്റ് വൈസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഓരോ കോഴ്സിനെയും ഡീപ്പ് ആയിട്ട് അനലൈസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് സിസ്റ്റത്തെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതും കൂടെയുണ്ട്. എന്താണ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, അതുപോലെ ഇവാലുവേഷൻ ടൈപ്പ് എങ്ങനെയാണ്, കോഴ്സിന്റെ വെയിറ്റേജ് ഒക്കെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ആൻഡ് ഇൻഡിവിജ്വൽ ഫൗണ്ടേഷൻ കോഴ്സസ് നമ്മുടെ ഒരു ജേർണലിസ്റ്റിക് ഡിസിപ്ലിന്റെ അതിന്റെ ഒരു മാപ്പ് അനാലിസിസും ആൻഡ് ഒരു സ്ട്രക്ചറൽ ലേണിംഗ് പാത്വേ നമ്മുടെ ഫസ്റ്റ് ഇയറിന്റെ ആയിരിക്കും ഈ ഒരു സിലബസ് ഡിക്കോഡിങ്ങിലൂടെ മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ ഒരു പ്രോഗ്രാമിന്റെ അജണ്ട എന്ന് പറയുന്നത് സിലബസ് സ്ട്രക്ചർ തന്നെയാണ്. നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് കോഴ്സസിന്റെ ഡിഫറെന്റ് ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് ആയിട്ട് ഡിഫറെന്റ് ഹൈറാർക്കിയൽ സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ ഒന്ന് നമ്മൾ മാപ്പ് ചെയ്തെടുക്കും. ആൻഡ് പ്രോഗ്രാം ഓവർവ്യൂ, അതോടൊപ്പം തന്നെ ഡീറ്റെയിൽഡ് ഡിക്കോഡിംഗ് ആൻഡ് റിസോഴ്സ് മാപ്പിംഗ് കൂടെ. സോ നമുക്ക് വൺസ് അഗെയിൻ വെൽക്കം. നമുക്ക് ഇഗ്നോ സിലബസ് സ്ട്രക്ചറെ ഒന്ന് ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. സോ എങ്ങനെയാണ് സിലബസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് പ്രോഗ്രാം എന്താണ്, നമ്മുടെ പ്രോഗ്രാമിന്റെ കോഡ് എന്താണ്? MAJMC എന്നാണ് പ്രോഗ്രാം. ഓരോ പ്രോഗ്രാമിനും ഡിഫറെന്റ് കോഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമ്മുടെ കോഡ് എന്ന് പറയുന്നത് MAJMC ആണ്. ആൻഡ് ഈ ഒരു സിലബസ് മാപ്പിംഗിലൂടെ ഫസ്റ്റ് ഇയർ ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഇയർ ബേസ് ആയിരിക്കും. ആൻഡ് ഇഗ്നോയുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ പേപ്പേഴ്സിനെ വിളിക്കുന്നത് കോഴ്സസ് എന്നാണ്. സോ MAJMC ഫസ്റ്റ് ഇയർ അടങ്ങിയിരിക്കുന്ന കോഴ്സസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പ്ലസ് ബ്ലോക്സ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് ചാപ്റ്റേഴ്സിന്റെ ഒരു കോമ്പിനേഷൻസ് ആണ്. ആൻഡ് അതിന്റെ ഒരു അനാലിസിസ് കാണും. അതോടൊപ്പം തന്നെ യൂണിറ്റ്സ് സ്പെസിഫിക് ചാപ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ സിംഗിൾ ചാപ്റ്റേഴ്സിനെയാണ് യൂണിറ്റ്സ് എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ നമ്മുടെ കോഴ്സിനൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ MGM എന്നാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ കോഡ് വരുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഒരു ന്യൂമറിക്കൽ കോഴ്സിന് ആവുമ്പോൾ ന്യൂമറിക്കൽ കോഡ് കൂടെ അറ്റാച്ച് ചെയ്ത് വരും. പ്രോഗ്രാമിന്റെ കോഡ് MAJMC എന്നാണ്. സംടൈംസ് MJML എന്ന് കൂടെ കാണിക്കാറുണ്ട്. ആൻഡ് L എന്ന് പറയുന്നത് സംടൈംസ് അത് പ്രാക്ടിക്കൽ ലാബ് ഒക്കെ ഉണ്ടാവുന്ന പ്രോഗ്രാംസ് ആവുമ്പോഴാണ് MJML എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ കോഴ്സസ് അടയാളപ്പെടുത്തുന്നത് MGMന്റെ കൂടെ ഒരു ന്യൂമറിക്കൽ കോഡ് കൂടെ വരും. 120 എന്നോ 021 അങ്ങനെ ഡിഫറെന്റ് കോഡ്സ് കൂടെ വരും. അപ്പൊ അത് പ്രോഗ്രാമിന്റെ കോഴ്സസ് കോഡായിട്ട് മാറും. നെക്സ്റ്റ് എന്താണ് ബ്ലോക്സ് ആൻഡ് എന്താണ് യൂണിറ്റ്സ്, വാട്ട് ദേ ആക്ച്വലി റെപ്രസെന്റ്? ബ്ലോക്ക് എന്ന് പറയുമ്പോൾ യൂണിറ്റ്സിന്റെ സിംഗിൾ ചാപ്റ്റേഴ്സിന്റെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ആക്ച്വലി ബ്ലോക്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ബ്ലോക്സിൽ തന്നെ ഡിഫറെന്റ് യൂണിറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ യൂണിറ്റ്സ് എന്ന് പറയുന്നത് സിംഗിൾ ചാപ്റ്റേഴ്സിനെയാണ്. ഇനി നമ്മൾ ക്രെഡിറ്റ് സിസ്റ്റം ഒന്ന് ഡിക്കോഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ക്രെഡിറ്റ് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരു സ്പെസിഫിക് കോഴ്സിന് വേണ്ടിയിട്ട് ഇൻ ടോട്ടൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ടൈമിനെയാണ് ആക്ച്വലി ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഇൻ സ്റ്റാൻഡേർഡ് ടൈംസിൽ നമ്മൾ 1 ക്രെഡിറ്റ് ഇസ് ഈക്വൽ ടു 30 hours ആണ്. സോ സംടൈംസ് 6 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ അതൊരു 180 hours, അതുപോലെ തന്നെ 4 ക്രെഡിറ്റ് എന്നൊക്കെ പറയുന്നത് 120 hours കൂടെയാണ്. ആൻഡ് തിയറി പേപ്പേഴ്സ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഇയറിൽ തന്നെ പ്രാക്ടിക്കൽ കോഴ്സും തിയറി കോഴ്സും നമുക്ക് കാണാൻ പറ്റും. തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതേണ്ടി വരും. ആൻഡ് പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയറിൽ 3 കോഴ്സസ് ഉണ്ട്. അതിനകത്ത് 2 കോഴ്സ് മാത്രം നമ്മൾ പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്താൽ മതി. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെയുണ്ട്. ഇനി നമുക്ക് പ്രോഗ്രാം സിലബസിന്റെ ഒരു ഓവർവ്യൂയിലോട്ടേക്ക് കിടക്കാം. സോ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ 6 പേപ്പേഴ്സ് ആണ് നമുക്ക് തിയറി പേപ്പേഴ്സ് ആയിട്ട് പഠിക്കാനുള്ളത്. മാൻഡേറ്ററി ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്. പ്രാക്ടിക്കൽസ് എന്ന് വരുമ്പോൾ 3 പേപ്പേഴ്സ് ഫസ്റ്റ് ഇയറിലുണ്ട്, പക്ഷെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. 2 പേപ്പേഴ്സ് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ആൻഡ് ടോട്ടൽ ക്രെഡിറ്റ്സ് വരുന്നത് 14 ആണ് ഫസ്റ്റ് ഇയറിൽ. 28 തിയറി പേപ്പേഴ്സിന് 28 ആണ് ടോട്ടൽ ക്രെഡിറ്റ്സ് വരുന്നത്. ആൻഡ് പ്രാക്ടിക്കൽസിന് 12 ആണ് ടോട്ടൽ ക്രെഡിറ്റ്സ് വരുന്നത്. നമ്മൾ കോഴ്സസിന്റെ ഒരു ഓവർവ്യൂ എടുക്കുകയാണെങ്കിൽ MGM 120 ഈ ഒരു കോഡിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. MGM എന്ന് പറയുന്നത് പ്രോഗ്രാമിന്റെ കോഡാണ്. അതിനോട് കൂടി ഒരു ന്യൂമറിക്കൽ കോഡ്സ് കൂടെ വരുമ്പോൾ അത് കോഴ്സ് കോഡായിട്ട് മാറുന്നു. സോ MGM 120 സ്റ്റാൻഡ്സ് ഫോർ ഇൻട്രൊഡക്ഷൻ ടു ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. 6 ആണ് ക്രെഡിറ്റ് വരുന്നത്, തിയറി പേപ്പർ ആണ്. നെക്സ്റ്റ് MGM 021 റിപ്പോർട്ടിംഗ് ടെക്നിക്സ് 4 ആണ് ക്രെഡിറ്റ് വരുന്നത്, തിയറി പേപ്പർ ആണ്. MGM 022 റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഫോർ പ്രിന്റ് മീഡിയ 4 ആണ് ക്രെഡിറ്റ്, തിയറി പേപ്പർ ആണ്. MGM 023 ബ്രോഡ്കാസ്റ്റ് ആൻഡ് ഓൺലൈൻ ജേർണലിസം
4 ആണ് ക്രെഡിറ്റ്, തിയറി പേപ്പർ ആണ്. MGM 124 മീഡിയ ആൻഡ് സൊസൈറ്റി 6 ആണ് ക്രെഡിറ്റ് വരുന്നത്, തിയറി പേപ്പർ ആണ്. MGM 025 മീഡിയ എത്തിക്സ് ആൻഡ് ലോസ് 4 ആണ് ക്രെഡിറ്റ് ആൻഡ് തിയറി പേപ്പർ ആണ്. നെക്സ്റ്റ് നമ്മുടെ പ്രാക്ടിക്കൽ പേപ്പേഴ്സ് ആണ്. MGML 220 പ്രാക്ടിക്കൽ ആണ്, പ്രിന്റ് മീഡിയ 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. MGML 221 ഓഡിയോ വിഷ്വൽ ആൻഡ് MGML 023 പ്രാക്ടിക്കൽ ഡിജിറ്റൽ മീഡിയ. ഇത് 3 പ്രാക്ടിക്കൽസ് ആണ് ആൻഡ് 2 മാത്രം നമുക്ക് ഫസ്റ്റ് ഇയേഴ്സിന് ചൂസ് ചെയ്താൽ മതി. സോ ക്രെഡിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അലോങ് വിത്ത് കോഴ്സസ് നോക്കുകയാണെങ്കിൽ MGM 120 ഇൻട്രൊഡക്ഷൻ ടു ജേർണലിസം, MGM 124 ആണ് MGML 220 221 023 പ്രാക്ടിക്കൽസ് ഉണ്ട്. ഇതെല്ലാം തന്നെ 6 ആണ് ക്രെഡിറ്റ്സ് വരുന്നത് ആൻഡ് റെസ്റ്റ് ഓഫ് അതേഴ്സ് 4 ആണ് ക്രെഡിറ്റ്സ് വരുന്നത്. MGM 021, MGM 022, MGM 023 ആൻഡ് MGM 025. സോ ക്രെഡിറ്റ് സിസ്റ്റത്തിന് ഇവിടെ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 40 ആണ്. അതിൽ നമുക്ക് 28 തിയറി പേപ്പറിനാണ് ക്രെഡിറ്റ്സ് വരുന്നത്. 70% തിയറി പേപ്പർ തന്നെയാണ് ആൻഡ് പ്രാക്ടിക്കൽസിൽ 12 ആണ് ക്രെഡിറ്റ്സ് വരുന്നത്. അത് റെസ്റ്റ് ഓഫ് 30% മാത്രമേ ഉള്ളൂ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഴ്സ് റെക്കോർഡിംഗിലോട്ടേക്ക് നോക്കാം. നമ്മുടെ 9 കോഴ്സസിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് കോഴ്സ് MGM 120 ആണ്, ടോട്ടൽ ക്രെഡിറ്റ് 6 ആണ്. സോ ഇതൊരു തിയറി പേപ്പർ ആണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫുള്ളി അവൈലബിൾ ആക്കിയിട്ടുള്ള ഒരു മെറ്റീരിയൽ, ഒരു പേപ്പർ കൂടെയാണ്. ഫിഗറിന്റെ പേര് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. 4 ബ്ലോക്സ് ഉണ്ട് അലോങ് വിത്ത് 19 യൂണിറ്റ്സ്. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ ആണ്. 5 യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് 1 കമ്മ്യൂണിക്കേഷൻ കോൺസെപ്റ്റും അതിന്റെ പ്രോസസ്സും ആണ് ഉള്ളത്. ആൻഡ് സെക്കൻഡ് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, 3 തിയറീസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, 4 മാസ് കമ്മ്യൂണിക്കേഷൻ റിസർച്ച് ആൻഡ് ലാസ്റ്റ്ലി ഹിസ്റ്ററി ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. ബ്ലോക്ക് 2 ഇവോല്യൂഷൻ ഓഫ് മാസ് മീഡിയ. മാസ് മീഡിയയുടെ ഒരു ഇവല്യൂഷൻ ആണ്. സോ അതിൽ നമ്മുടെ ഇന്ത്യയിലെ പാസ്റ്റ് തൊട്ട് സ്റ്റിൽ കണ്ടംപററി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മാസ് മീഡിയയുടെ ഒരു ഇവല്യൂഷൻ ആണ് കൊടുത്തിട്ടുണ്ടാവുക. യൂണിറ്റ് 6 പ്രിന്റ് മീഡിയ ഇൻ ഇന്ത്യ, 7 ലാംഗ്വേജ് ജേർണലിസം ഇൻ ഇന്ത്യ, യൂണിറ്റ് 8 ഡെവലപ്മെന്റ് ഓഫ് റേഡിയോ, 9 ഡെവലപ്മെന്റ് ഓഫ് ടെലിവിഷൻ, 10 എമർജൻസ് ഓഫ് ഡിജിറ്റൽ മീഡിയ. Block 3 ownership and organization structure, unit 11 ownership patterns of media, 12 features and news agencies, 13 government media organizations, 14 educational media and 15 Indian film industry. Block 4 integrated marketing communication, 16 advertising, 17 public relations and corporate, 18 event management, unit 19 integrated marketing communications. Next course ആണ് MGM 021. ടോട്ടൽ ക്രെഡിറ്റ്സ് 4 ആണ്, തിയറി പേപ്പർ ആണ്, 4 ബ്ലോക്സ് ആണുള്ളത് ആൻഡ് 16 യൂണിറ്റ്സ് ആണുള്ളത്. സോ ഫസ്റ്റ് ബ്ലോക്ക് ന്യൂസ് കോൺസെപ്റ്റ്സ് ആണ്. 4 യൂണിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് 1 ന്യൂസ് ഡെഫിനേഷൻസ്, കോൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ്, ന്യൂസ് സോഴ്സസ്, ന്യൂസ് റൂം സെറ്റപ്പ്, പ്രിന്റ് ആൻഡ് ഓൺലൈൻ മീഡിയ, ന്യൂസ് റൂം സെറ്റപ്പ്, ഇലക്ട്രോണിക് മീഡിയ, യൂണിറ്റ് 4. ബ്ലോക്ക് 2 റിപ്പോർട്ടിംഗ് ടെക്നിക്സ് ആണ്. 4 യൂണിറ്റ്സ് ഉണ്ട്. ടൈപ്സ് ഓഫ് ന്യൂസ് റിപ്പോർട്ടിംഗ് ഇൻ യൂണിറ്റ് 5, 6 റിസർച്ച് ഫോർ ജേർണലിസ്റ്റിക് റൈറ്റിംഗ്, 7 interviews, tools and techniques, 8 understanding data journalism. Block 3 beat reporting, part 1, political reporting, crime reporting, sports reporting and legal reporting. Block 4 beat reporting, part 2, civic reporting, reporting social issues, reporting health and education, reporting lifestyle and fashion films. Next course ആണ് MGM 022. ടോട്ടൽ ക്രെഡിറ്റ്സ് 4 ആണ് ആൻഡ് തിയറി പേപ്പർ ആണ്. 4 ബ്ലോക്സും അതുപോലെ തന്നെ അതോടുകൂടി 15 യൂണിറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. ഫസ്റ്റ് ബ്ലോക്കിൽ റൈറ്റിംഗ് സ്കിൽസ്, ബേസിക്സ് ഓഫ് റൈറ്റിംഗ്സ്, റൈറ്റിംഗ് എഫക്റ്റീവ്ലി, റൈറ്റിംഗ് ഫോർ പ്രിന്റ് മീഡിയ ആൻഡ് ലാസ്റ്റ്ലി ട്രാൻസ്ലേഷൻസ്. Block 2 analytical writing, feature writing, opinion writing, editorial writing and writing for magazines. Block 3 editing, unit 9 headline and lead writing, 10 principles of editing and photojournalism in unit 11. Block 4 layout and designing, unit 12 page layout, 13 principles of page design and 14 typography and images, unit 15 infographics. Next MGM 023 4 ക്രെഡിറ്റ് വരുന്നത് ആൻഡ് 3 ബ്ലോക്സും 15 യൂണിറ്റ്സും ആണുള്ളത്. തിയറി പേപ്പർ തന്നെയാണ് അഗെയിൻ. ബ്ലോക്ക് 1 റേഡിയോ ജേർണലിസം 5 യൂണിറ്റ്സ് ഉണ്ട്. യൂണിറ്റ് 1 റേഡിയോ, സൗണ്ട് മീഡിയം, റൈറ്റിംഗ് ഫോർ റേഡിയോ, ന്യൂസ് ഗാദറിംഗ് പ്രോസസ്സസ്, ന്യൂസ് പ്രൊഡക്ഷൻ, പ്രസന്റേഷൻ ടെക്നിക്സ്. Block 2 television journalism, TV and audio visual medium, writing for television, television news, content production and presentation techniques. Block 3 online journalism, 5 units under basics elements, writing for online media, online newsroom setups, content production and production of news website. Next course ആണ് MGM 124. Total 6 credits ആണ്, 17 units അതുപോലെ 4 blocks ആണുള്ളത്. So first block is all about mass media and society. Unit 1 understanding media and society. Unit 2 media audiences.
Unit 3 media literacy and Unit 4 mass media policies. Block 2 media and development. Unit 5 development concept and theories. Unit 6 development communication. Unit 7 social and behavioral change communication. Unit 8 SBCC case studies. Block 3 media and contemporary issues part 1. Unit 9 media and health issues, education and media, gender and media, environment and media, lastly media and HR. Block 4 media and contemporary issues part 2. Unit 14 international and intercultural communication. Unit 15 technological revolution. Unit 16 globalization and media. Unit 17 alternative media. Next MGM 025 total credits 4 ആണ്. 4 blocks ഉണ്ട്, 15 units ഉണ്ട്, theory paper ആണ്. Block 1 media ethics, Unit 1 principles of media ethics, Unit 2 news media and ethical concern, Unit 3 media ethics and self-regulation, Unit 4 news media ethics. Block 2 media news laws ആണ്. Unit 5 Indian Constitution, Unit 6 media laws and constitution framework, Unit 7 media laws and regulatory framework, Unit 8 initiatives and media laws. Block 3 laws on information, Unit 9 intellectual property rights, Unit 10 copyright law, Unit 11 cyber laws and Unit 12 right to information. Block 4 advertising and PR ethics, Unit 13 advertising ethics and laws, Unit 14 PR ethics and laws, and lastly 15 case studies. And next practical courses ആണ്. First one MJML 220 ആണ്. 6 ആണ് credit വരുന്നത്. So applied materials ആണ്, written exams കാണില്ല. And നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ 9 സ്പെഷ്യലൈസ്ഡ് ന്യൂസ് റിപ്പോർട്ട്സ് ഡിഫറെന്റ് ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ, സ്പോർട്സ്, ഹെൽത്ത്, ബിസിനസ് ഇതൊക്കെയാണ്. ആൻഡ് 1 ഫീച്ചർ ആർട്ടിക്കിൾ ആൻഡ് 1 സ്ട്രക്ചർഡ് ഇന്റർവ്യൂ, 4 ന്യൂസ് വാല്യൂ ഫോട്ടോഗ്രാഫ്സ് വിത്ത് ക്യാപ്ഷൻസ്, 1 ഡാറ്റാ ബേസ്ഡ് ന്യൂസ് റിപ്പോർട്ട് വിത്ത് വിഷ്വലൈസേഷൻ ആൻഡ് അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ അനാലിസിസ് ഓവർ എ 7-day പീരിയഡ്സ്. നെക്സ്റ്റ് 1 MJML 221 ആണ്. 6 ആണ് ക്രെഡിറ്റ്സ് വരുന്നത്. സോ ഇതിന്റെ ഒരു കീ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ റേഡിയോ, PSAS, ഫിലിം റിവ്യൂ, ആങ്കർ പ്രൊഫൈൽ, ഡോക്യുമെന്ററി സ്ക്രിപ്റ്റിംഗ് ആണ്. അത് 2 months ആയിട്ടുള്ള ഒരു പീസ് ടു ക്യാമറ വർക്ക് ആൻഡ് വീഡിയോ സ്റ്റോറി ഓൺ ഇന്ത്യൻ കൾച്ചർ, റെക്കോർഡഡ് ഇന്റർവ്യൂസും അതുപോലെ തന്നെ എഡിറ്റഡ് TV ന്യൂസ് പാക്കേജും ആണ്. ഓൾ പോർട്ട്ഫോളിയോ ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാനുണ്ടാവുക. നെക്സ്റ്റ് 1 MJML 023 ആണ്. 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. സോ നമുക്ക് കീ പോർട്ട്ഫോളിയോ ആക്ടിവിറ്റീസ് നോക്കാം. 5 ഫുള്ളി സ്ട്രക്ചേർഡ് ന്യൂസ് സ്റ്റോറി ഐഡിയാസ് ആണ്. അത് along with 5 Ws 1H വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. And 3 full news stories with external linking on a background of story along with news infographics, news videos and audio story uploaded to YouTube, active social media handling, Twitter അല്ലെങ്കിൽ Xport and news portal reviews. So നമ്മൾ theoretical summary നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ MGM 0120 4 ആണ് ക്രെഡിറ്റ് ബ്ലോക്ക് വരുന്നത്. 19 units ഉണ്ട്, 6 ആണ് ക്രെഡിറ്റ്. MGM 124 17 units and 4 blocks, 6 ആണ് ക്രെഡിറ്റ് വരുന്നത്. MJM 022 writing and editing for print media, 4 blocks ഉണ്ട്, 15 units 4 ആണ് ക്രെഡിറ്റ്സ് വരുന്നത്. MJM 023 3 ആണ് ബ്ലോക്ക് കോൺസ് വരുന്നത് ആൻഡ് 15 units 4 ആണ് ക്രെഡിറ്റ്സ് വരുന്നത്. MJM 025 media ethics and laws, 4 blocks ഉണ്ട്, അതുപോലെ തന്നെ 15 units ഉണ്ട്. ആൻഡ് ക്രോസ് കോഴ്സ് കൺസെപ്ഷൻസ് നോക്കുകയാണെങ്കിൽ MJM 120 124 ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ആണ്. സ്കിൽ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് ആണ് MGM 021 0221 023. ഗവേണൻസ് കൈൻഡ് ഓഫ് ഒരു കോൺസെപ്റ്റ് വരുന്നതാണ് MGM 025. ആൻഡ് ആപ്ലിക്കേഷൻസ് തന്നെയാണ് എല്ലാം പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രൊജക്ട് വരുന്ന കോഴ്സസും ആപ്ലിക്കേഷൻ കൈൻഡ് ഓഫ് കോൺസെപ്റ്റ് തന്നെയാണ്. അങ്ങനെ നമുക്ക് റിസോഴ്സ് എന്തൊക്കെയാണെന്ന് അതിന്റെ ലേണിംഗ് ടൂൾസ് ആയിട്ടുള്ള റിസോഴ്സസിനെ ഒന്ന് മാപ്പ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് സിലബസ് എക്സ്ട്രാക്ഷൻ തന്നെയാണ്. എന്തൊക്കെയാണ് ഒരു കൈൻഡ് ഓഫ് കോഴ്സിൽ എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, അതിന്റെ കോൺസെപ്റ്റ് എന്താണ്, അതുപോലെ അതിന്റെ തിയറീസ് എന്തൊക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ നിർബന്ധമായിട്ടും സ്റ്റഡി റിസോഴ്സസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ലെക്ചേഴ്സ്, വീഡിയോ ക്ലാസ്സസ്, ഗൈഡ്സ് ആൻഡ് ഡിഫറെന്റ് ലെക്ചർ നോട്ട്സ് ഉണ്ട്. ആൻഡ് എക്സാം റെഡിനെസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മളെ മാറ്റർ ചെയ്യുന്ന ഒരു സിലബസിൽ മാറ്റർ ചെയ്യുന്ന 3 കീ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇത് 3 നെക്സ്റ്റ് ജനറിക് റിസോഴ്സസ് ആണ്. ഒന്ന് കോർ ഇൻസ്ട്രക്ഷണൽ ആയിട്ട് റെക്കോർഡഡ് ലെക്ചേഴ്സ് ഉണ്ട്. അത് ഓരോ കോഴ്സിനും യൂണിറ്റ് വൈസ് ആയിട്ട് നമ്മൾ റെക്കോർഡിംഗ് ക്ലാസ് വെച്ചിട്ടുണ്ട്. ആൻഡ് ലൈവ് അക്കാഡമിക് സെഷൻസും അതോടൊപ്പം തന്നെ ഓരോ യൂണിറ്റിലെ വീഡിയോ ക്ലാസ്സസിന് താഴെയും നമുക്ക് ലെക്ചർ നോട്ട് ആയിട്ട് വാല്യൂ ആഡഡ് നോട്ട്സ് കാണാൻ പറ്റും. ഹെൽപ്പ് ബുക്ക് ആണ്. ആൻഡ് എക്സാം ഫോക്കസ്ഡ് ആയിട്ട് പ്രീവിയസ് ഇയർ പേപ്പറിന് ഒരു അനാലിസിസ് കാണാൻ പറ്റും. പ്രീവിയസ് ഇയറിൽ റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കോർ തീംസിന്റെ ഒരു അനാലിസിസ് ആണ് ഇങ്ങനെ ഒരു
ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ് EST എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് അലോങ് വിത്ത് ആൻസേഴ്സ് ഉള്ള ഒരു ഫോൾഡർ ആണത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മോഡൽ എക്സാംസ്. ഇഗ്നോടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ മിറർ ചെയ്തുണ്ടാക്കുന്ന ഒരു എക്സാം പാറ്റേൺ ആണ് ആക്ച്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് ഹോളിസ്റ്റിക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അസൈൻമെന്റിന്റെ എല്ലാ ഗൈഡ് ബുക്കും അതുപോലെ തന്നെ എല്ലാ അസിസ്റ്റൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ട് EEP എന്ന് പറയുന്ന ഒരു സെഷൻസ് ഉണ്ട്. ഇംഗ്ലീഷ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണിത്. പിന്നെ റിസോഴ്സ് കാറ്റഗറീസും അതിന്റെ ഒരു ഡിഫറെന്റ് സ്പെസിഫിക് യൂണിറ്റ്സ് ആൻഡ് ഏതൊക്കെയാണ് ബെസ്റ്റ് ഫോർ ബ്ലോഗ്സും ആൻഡ് ബെസ്റ്റ് ഫോർ കോഴ്സസ് എന്ന് നോക്കാം. റെക്കോർഡ് ലെക്ചേഴ്സ് കോംപ്ലക്സ് തിയറീസിന് വേണ്ടി ബേസിക് ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റും നമുക്ക് റെക്കോർഡ് ലെക്ചേഴ്സ് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഫൗണ്ടേഷണൽ ഓവർവ്യൂ ആണ്. റിവിഷൻ നല്ലതാണ്. ആൻഡ് വാല്യൂ ആഡഡ് നോട്ട്സ് എന്ന് പറയുമ്പോൾ കമ്പൈൻ ചെയ്ത് പഠിക്കാനുള്ളതാണ്. ക്വിക്ക് ഡെഫിനിഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു കോർ പോയിന്റ് സമ്മറി ആണ്. അത് ആക്ച്വലി ഒരു കൺസോളിഡേറ്റഡ് റീഡിംഗ് മെറ്റീരിയൽ ആണ്. ആൻഡ് PYQUAM മോഡൽ എക്സാം എന്ന് പറയുന്നത് പാറ്റേൺ സ്പോട്ടിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ഈ റെഡിനെസ് എത്രത്തോളം നമ്മൾ എത്രത്തോളം റെഡി ആയി എന്ന് കാണിക്കുന്നതും ഈ ഒരു മോഡൽ എക്സാമിലൂടെയാണ്. ഓക്കെ, സോ അതിന്റെ ഒരു വൈറ്റേജ് അനാലിസിസ്. നെക്സ്റ്റ് അസൈൻമെന്റ് ഗൈഡ് ആണ്. ആപ്ലിക്കേഷൻ ടാസ്കിന് വേണ്ടിയിട്ടാണ്. കേസ് സ്റ്റഡി റൈറ്റിംഗിലും അതുപോലെ തന്നെ ഇന്റേണൽ സ്കോറിംഗ്സും ഹെൽപ്ഫുൾ ആവുന്നത്. അഡ്വാൻസ്ഡ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് ഇൻഫ്രാസ്ട്രക്ചർ. അക്കാഡമിക് എക്സലൻസിൽ നമ്മൾ മോഡൽ എക്സാംസും അതുപോലെ എക്സാം സ്പെഷ്യൽ ലൈവും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അലോങ് വിത്ത് ഇമ്പോർട്ടൻ്റ്ലി മോഡൽ എക്സാംസ്. നെക്സ്റ്റ് കരിയർ സ്പെസിഫിക് ആയിട്ട് അപ്സ്കില്ലിംഗ് പ്രോഗ്രാംസും അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ്സും നമ്മുടെ ഒരു അസിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾ ലേണേഴ്സിന്റെ കൂടെ കാണും. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. EEP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മുടെ ഫാക്കൽറ്റീസ് വന്ന് എടുത്തിട്ടുള്ള ഒരു ക്ലാസ്സസ് ആണത് ഇംഗ്ലീഷ് ഫ്ലുവൻസിക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഹോളിസ്റ്റിക് വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഹാപ്പിനെസ് അംബാസിഡർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ TEയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ കോൺസെപ്റ്റിനാണ് ആക്ച്വലി അസൈൻമെന്റ് എന്ന് പറയുന്നത്. കാരണം TE നമ്മൾ എഴുതണം എന്നുണ്ടെങ്കിൽ അസൈൻമെന്റ് വി ഹാവ് ടു സബ്മിറ്റ് അസൈൻമെന്റ് ഓൺ അവർ സ്റ്റഡീസ് ആണ്. ഓക്കെ, സോ അസൈൻമെന്റിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യമാണ്. നെക്സ്റ്റ് അസൈൻമെന്റിന്റെ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹനാ മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓവർ ടു മാം. അപ്പൊ നമ്മളുടെ കോഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഷെറിൻ മാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളെ കോഴ്സിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. സോ ഇനി അതർ റിക്വയർമെന്റ്സിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ടേം ആൻഡ് എക്സാമിനേഷനെ പോലെ തന്നെ പ്രധാനമുള്ള കാര്യമാണ് അസൈൻമെന്റ്സ് എഴുതുക എന്ന് പറയുന്നത്. കൈകൊണ്ട് നമ്മൾ സാധാരണ നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ ചെയ്ത പോലെ. അപ്പൊ നമുക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് അസൈൻമെന്റ്സിനെ പറ്റിയാണ്. അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര തിയറി പേപ്പേഴ്സ് ആണ് ഉള്ളത് ആ അത്രയും തിയറി പേപ്പേഴ്സിന്റെ അസൈൻമെന്റ്സ് ഇന്ന സെമസ്റ്ററിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇന്ന് ആ ഒരു കോഴ്സ് പീരീഡിന്റെ ഉള്ളിൽ നമ്മൾ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. സബ്മിറ്റ് ചെയ്യുന്ന സമയം നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിരിക്കണം. അതിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ സ്റ്റഡി സെന്ററിലുള്ള നിങ്ങളുടെ അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇൻഫർമേഷൻസ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അത് നമ്മൾ ഫോളോ ചെയ്താൽ മതിയാവും. എന്നിട്ട് നമ്മളത് എഴുതി ആ ഒരു സമയമാകുന്ന സമയം നിങ്ങളുടെ എക്സാംസ് ഇപ്പം നിങ്ങൾക്ക് ഡിസംബറിലാണ് നമ്മളുടെ എക്സാംസ് വരുന്നതെങ്കിൽ അല്ല സെമിസ്റ്റർ വൈസ് ജൂണിൽ എക്സാം വരികയാണെങ്കിൽ അതിന് മുന്നേ മാർച്ച് അല്ലെങ്കിൽ സെപ്റ്റംബർ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു നമ്മൾ എഴുതുന്ന എക്സാമിന്റെ മാർക്ക് നമുക്ക് വരുള്ളൂ. സോ ആദ്യം ആയിട്ട് അസൈൻമെന്റ്സിന്റെ കാര്യം. അസൈൻമെന്റ് എഴുതുന്നത് നമുക്ക് എന്താണ് ബെനിഫിഷ്യൽ ആണ്. നമുക്ക് ആ ഒരു എക്സാം റെഡിനെസ് ഏത് ബ്ലോക്കിൽ ഏത് യൂണിറ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് എന്നുള്ള ഒരു ധാരണ നമുക്ക് കിട്ടും അല്ലെ. അതുപോലെ തന്നെ ഈ സബ്മിഷൻ അഥവാ മിസ്സായി പോവുകയാണെങ്കിൽ അത് കുറച്ച് ട്രബിൾ ആയിരിക്കും. നമ്മളുടെ എക്സാമിന്റെ റിസൾട്ട് വരാതിരിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് ഓൺ ടൈമിന് തന്നെ നമ്മുടെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 2 കമ്പോണന്റ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ. ഇവാലുവേഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇവാലുവേഷനും ഈ ഒരു ടേം ആൻഡ് എക്സാമിനേഷന്റെ ഇവാലുവേഷനും ആണുള്ളത്. അപ്പൊ അതിൽ ഒന്ന് അസൈൻമെന്റും ഒന്ന് ടേം ആൻഡ് എക്സാമിനേഷനും ആണ്. അപ്പൊ ഈ അസൈൻമെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണ് പ്രൊവൈഡ് ചെയ്യും.
അപ്പൊ യൂണിവേഴ്സിറ്റി അവരുടെ സൈറ്റിൽ, ഇഗ്നോയുടെ സൈറ്റിൽ അത് ഓരോ സൈക്കിളിലുമായിട്ട് അവരെന്ത് ചെയ്യും, റിലീസ് ചെയ്യുന്നുണ്ടാവും. സോ ഇത് ഈ ഒരു രീതിയിൽ സ്റ്റുഡന്റ് സർവീസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ഈ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടിയിട്ട് സൈറ്റിന്റെ ഉള്ളിൽ പരതേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ആപ്പിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ആൻസർ ബുക്കും അവൈലബിൾ ആയിരിക്കും. ക്വസ്റ്റ്യൻസ് നമ്മൾ ആപ്പിലൂടെ എങ്ങനെയാണ് ഗോ ത്രൂ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ മുന്നേയുള്ള ഓറിയന്റേഷൻ സെഷൻസിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. സോ അതില് നമ്മളുടെ മെയിൻ തിയറി പേപ്പേഴ്സിന്റെ ഒക്കെ കൂടെ തന്നെ അസൈൻമെന്റിന്റെ ഒരു ഫോൾഡർ ഉണ്ടാവും. അതില് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യന് അനുബന്ധിച്ചിട്ട് ഓരോ റെഫറൻസിന് വേണ്ടിയിട്ടുള്ള ഓരോ ആൻസർ ഗൈഡ് ബുക്കുകളും ഉണ്ടാവും. സോ ആ ഗൈഡ് ബുക്കിലുള്ള കാര്യങ്ങളും റെഫർ ചെയ്തിട്ട് അതിന്റെ കൂടെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു അസൈൻമെന്റ് എഴുതി തീർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ എന്താണ് നമ്മൾ ഈ ഒരു സെഷനിൽ നിന്നുള്ള ഒരു കീ ടേക്ക് അവേസ് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ഫൗണ്ടേഷൻ എന്താണ്, 6 കോർ തിയറി കോഴ്സസും പിന്നെ 2 പ്രാക്ടിക്കൽസും അല്ലെ, 40 ക്രെഡിറ്റ് ആയിട്ടുള്ള ആ ഒരു പാക്കേജ്, അത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിലബസ്, ആ ഒരു സ്ട്രക്ചർ എന്താണ്, നിങ്ങളുടെ ഈ ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളത് നോക്കിയിട്ടുണ്ട്. അതുപോലെ ഈ പ്രാക്ടിക്കൽസിന്റെ കാര്യം അല്ലെ, പ്രാക്ടിക്കൽസിലെ പോർട്ട്ഫോളിയോ ഡിപ്പെൻഡൻസി, ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. ദെൻ എങ്ങനെയാണ് ഇനി നമ്മൾ അങ്ങോട്ട് ഈ ഒരു ഇത്രയും 40 ക്രെഡിറ്റ് ലോഡ് ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു പേപ്പർ എങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മാപ്പ് ചെയ്ത് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് പഠിച്ച് തീർക്കണം എന്നുള്ളതും കൂടെ നമ്മൾ നോക്കിയിട്ടുണ്ട്. നമുക്ക് PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, അൾട്ടിമേറ്റ് അനാലിസിസ്, അതുപോലെ തന്നെ മോഡൽ എക്സാമിനേഷൻ, എക്സാം സ്പെഷ്യൽ ഗൈഡ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ എത്ര മാക്സിമം നമ്മളുടെ എന്താണ് ഈ വക കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം നമുക്ക് എക്സാമിനേക്ക് ഇതൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഒരു ക്വിക്ക് റിമൈൻഡർ ആയിട്ട് തരാണ് നിങ്ങൾക്ക്. ഓൾറെഡി ഈ ഒരു ഫോം, ഈ ഒരു ന്യൂ ഹറിസൺ എന്ന് പറയുന്ന നിങ്ങളുടെ ഗൂഗിൾ ഫോം മെന്റേഴ്സ് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഇൻ കേസ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ തന്നെ ആയാലും ജസ്റ്റ് ഒരു 5 മിനിറ്റ്സേ വേണ്ടി വരുന്നുണ്ടാവുള്ളൂ. ഒന്ന് ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ റെസ്പെക്റ്റീവ് മെന്ററിന്റെ അടുത്ത് ഒന്ന് അപ്ഡേറ്റും കൂടി ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സെഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ ഫൈനൽ സെഷൻ ആണ് കണക്ട് ഫിനാലെ എന്ന് പറഞ്ഞിട്ടുള്ള ഫൈനൽ സെഷൻ ആണ്. ഈ സെഷൻ എന്തായാലും അറ്റൻഡ് ചെയ്യണം. അത് 24th to 28th ഫെബ്രുവരി വരെയാണ് നമ്മളുടെ ഈ ഒരു സെഷൻ ഉണ്ടാവുക. അതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും, പക്ഷെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രോഗ്രാം വൈസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ഡേറ്റിനാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളത് അറിയിക്കുന്നുണ്ടാവും. സോ ആ ഒരു ഡേ എന്തായാലും ഒരു 1 hour ആ ഒരു സമയം നമ്മൾ നീക്കി വെച്ചിട്ട് ഈ ഒരു ഫൈനൽ സെഷനിൽ അറ്റൻഡ് ചെയ്യുക. നമുക്ക് കുറച്ചുകൂടി രസകരമായിട്ടുള്ള ഗെയിംസും ഫണ്ണി ആക്ടിവിറ്റീസ് ഒക്കെ അതിലുണ്ടാവും. ഒരു റാപ്പപ്പ് വീഡിയോ ഫ്രം ദ ബിഗിനിങ് മുതലുള്ള ഓറിയന്റേഷൻ സെഷനിലെ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു കുഞ്ഞ് റാപ്പപ്പ് വീഡിയോയും ഒരു ക്ലോസിംഗ് നോട്ടൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു ഹൈലി മോട്ടിവേഷണൽ സെഷൻ തന്നെ ആയിരിക്കും. നമ്മൾ നെക്സ്റ്റ് ഒഫീഷ്യലി പഠിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അതിന്റെ ഒരു നല്ലൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും നമ്മുടെ ഈ ഫൈനൽ സെഷൻ എന്ന് പറയുന്നത്. സോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.